മേജർ രവി അങ്കിൾ രാജ്യത്തെ കുട്ടികളെ അഭിസംബോധന ചെയ്യുന്നു. കുട്ടികളെ പോലെ പെരുമാറണം എന്ന് വെച്ചാൽ സമരത്തിനൊന്നും പോയി സമയം കളയരുത് എന്ന്. തിരിച്ചു കിട്ടും മക്കളെ, അതിൽ നിന്ന് മുങ്ങിയിട്ട് ഒരു കാര്യമില്ല. രവി അങ്കിൾ ഇത് വെറുതെ പറയുന്നതല്ലെന്ന് മക്കൾ മനസ്സിലാക്കണം. ഞാൻ ഇതിനകത്ത് കുറെ സ്റ്റഡീസ് നടത്തിയിട്ടാണ് ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. അതിന്റെ രേഖ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം അങ്കിൾ. ഇത് നോക്കൂ. ഇതെന്തോന്ന് ഇങ്ങനെ തലതിരിച്ച് പിടിച്ചിട്ട് എന്തോന്ന് നോക്കാൻ? അങ്കിൾ കാര്യം പറ. ഈ ഫംഗ്ഷുക് വാൻഡ്രൂസനോ? അതാര്? സോണം വാങ്ഡൂസിനെ എനിക്ക് ആരോ എന്തോ ഈ വാങ്ചുക്കിനെയും സോനം വാങ്ങിച്ചു. ഇനി പറ. തുടങ്ങിയിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് സോറോസിന്റെ ഫണ്ട് വാങ്ങി സമരം നടത്തിയവനെയാണോ കേന്ദ്രമന്ത്രിമാർ അങ്ങോട്ട് ചെന്ന് വായിൽ ഭക്ഷണം വെച്ചു കൊടുത്ത് സമരം നിർത്തിച്ചത്? എവ്രി വേർഡ് അവിടെ ടിവിക്ക് മുന്നിൽ നടക്കുന്ന ഷോ ഓഫ്. ഇതിനകത്ത് കുറച്ച് ആർട്ടിസ്റ്റുകൾ പോയിട്ട് അവിടെ ഷോ ഓഫ്. ഈ വെറും ഷോ കണ്ടിട്ട് ഒരു മന്ത്രിയെ കൊണ്ട് രാജിവെപ്പിച്ച നരേന്ദ്രമോദിയൊക്കെ എന്തൊരു മനുഷ്യനാണ്. നിങ്ങളുടെ ഫ്രണ്ടിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം കുറച്ച് ആൾക്കാരെ എനിക്ക് വിളിക്കുന്നുണ്ട്. കുട്ടികൾക്ക് മൊത്തത്തിൽ കൊടുക്കുന്ന ഉപദേശം പോരാഞ്ഞിട്ട് ഫ്രണ്ട്സിന്റെ മക്കൾക്ക് പ്രത്യേക ഉപദേശവും അങ്കിൾ നൽകും. എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. അന്ന് മുതൽ ഈ അങ്കിളിനെ കാണേണ്ടി വരുന്ന ആ കുട്ടിയുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. അങ്കിളിന് അറിയാത്ത ഒരു സ്വഭാവവും കുട്ടിക്കില്ല. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നുമില്ല. കുട്ടിക്ക് വയസ്സ് 10-30 കഴിഞ്ഞെങ്കിലും രാഷ്ട്രീയം അറിയാം എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് അങ്കിൾ ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ കുട്ടി പഠിച്ചതും വളർന്നതെല്ലാം വിയറ്റ്നാമിലായിരുന്നു. അമേരിക്കയെ യുദ്ധം ചെയ്ത് ഓടിച്ച വിയറ്റ്നാം. രാഷ്ട്രീയമേ ഇല്ല അവിടെ. ഞാൻ അറിയുന്ന മായ എന്ന് പറയുന്ന കുട്ടിക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംഭവം, ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല. രാഷ്ട്രീയം എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ ആദ്യം അങ്കിളിനെ തന്നെ വിളിച്ച ആ കാര്യം പറഞ്ഞു. ആ കുട്ടിയുടെ ആ ഒരു വികാരമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പൊതു കാര്യങ്ങളിലുള്ള ആ വികാരമല്ലേ സാറേ രാഷ്ട്രീയം? അതിനുശേഷം പിന്നീട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാനിതുവരെ സംസാരിച്ചിട്ടില്ല. സംസാരിക്കാനൊക്കെ ഇങ്ങനെ ഒരു അങ്കിളുള്ള കുട്ടി എത്ര ഭാഗ്യം ചെയ്ത ആളാണ്. പലതും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതുമാണ്. നിങ്ങളായി, നിങ്ങളുടെ കുട്ടികളായി.